NVIDIA എന്ന് പറയുന്ന ഒരു ചിപ്പ് മേക്കിംഗ് കമ്പനിയുണ്ട്. ജനറേറ്റീവ് AI കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തൊരു കമ്പനിയാണ് NVIDIA. അപ്പോൾ NVIDIAയുടെ CEO ജെൻസൺ ഹ്യുവാങ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. AI will not replace human beings, but a person who is using AI. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾ ആരെയും റീപ്ലേസ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുകയൊന്നുമില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ, അദ്ദേഹത്തിന് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. സെയിം തന്നെയാണ് ട്രേഡിങ്ങിലേക്ക് വരാം. അതായത് ട്രേഡേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഹ്യൂമൻ ബീങ്സ് റീപ്ലേസ് ആവില്ല. പക്ഷേ AI യൂസ് ചെയ്യുന്ന ട്രേഡേഴ്സ് റീപ്ലേസ് ചെയ്യപ്പെടാം. അവിടെ നമ്മൾ ത്രെറ്റിനേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നത് ശരിക്കും. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് ഓപ്പർച്യൂണിറ്റീസാണ്. ഇത് മനുഷ്യൻ ചെയ്യേണ്ടതല്ലാത്ത കുറേ കാര്യങ്ങളാണ് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? അതായത് മനുഷ്യൻ ശരിക്കും ചെയ്യേണ്ടത്, ജനിച്ചത് ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയല്ല, ഇതിനേക്കാൾ മഹത്തരമായ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ഞാനൊരു പോയിന്റ് പറയാം. ഞങ്ങൾ 2 ദിവസം മുമ്പ് ഹാഷ് ഫ്യൂച്ചർ സ്കൂളിൽ ഒരു ഹയറിംഗ് നടത്തി. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. ഹാഷ് ഫ്യൂച്ചർ സ്കൂളിൽ ഒരു ഹയറിംഗ് നടത്തിയത് ഒരു മനുഷ്യനെയല്ല. ഹയറിംഗ് നടത്തിയത് ഞങ്ങളൊരു AI ഏജൻറ്റിനെയാണ്. അതായത് Y Combinator എന്ന് പറയുന്ന സിലിക്കൺ വാലി ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്ററിൽ ഒരു കമ്പനി ബിൽഡ് ചെയ്ത ഒരു AI ഏജൻറ്റിനെയാണ്. ആ AI ഏജൻറ്റ് ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ബേസിക്കലി ഞങ്ങളുടെ സോഫ്റ്റ്വെയർ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യും. ഞാനൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തത് കേവലം $5. $10 ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം $5 എനിക്ക് ബാക്കിയുണ്ട്. ഏകദേശം എൻ്റെ ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഫീച്ചേഴ്സ് എനിക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ നോക്കുന്നത് ഏകദേശം ഒരു $100 മുടക്കി കഴിഞ്ഞാൽ, ഏകദേശം ഒരു 8,000-10,000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ വാങ്ങി കിട്ടുന്ന ഒരു 10-15 ലക്ഷം രൂപയുടെ സോഫ്റ്റ്വെയർ എനിക്ക് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ അസസ്മെൻറ്റ് സിസ്റ്റം ഞങ്ങൾ നിലവിൽ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് അസസ്മെൻറ്റാണ്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ മുന്നിൽ തരുന്നത് സാധ്യതകളുടെ ഒരു ലോകം.